സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ മലപ്പുറം ചാമ്പ്യന്മാർ. അവസാന ലാപ്പിൽ പാലക്കാടിന്റെ വെല്ലുവിളി മറികടന്നാണ് മലപ്പുറം കിരീടം നിലനിർത്തിയത്. സ്കൂളുകളിൽ മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരി 4ാം തവണയും 1ാം സ്ഥാനം നിലനിർത്തി. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ആദ്യ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിന്. കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. വിവരങ്ങളുമായി രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, അങ്ങനെ മലപ്പുറവും തിരുവനന്തപുരവുമാണ് ചാമ്പ്യന്മാരാകുന്നത്. അതിൽ മലപ്പുറം 2ാം തവണയും അത്ലറ്റിക്സിൽ കിരീടം ഉറപ്പിക്കുന്നു. എന്തൊക്കെയാണ് കായികമേള വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ? ലക്ഷ്മി, തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരാകും എന്നത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതുപോലെയായിരുന്നു. കാരണം നേരത്തെ തന്നെ ഗെയിംസിൽ ഉണ്ടായിരുന്ന വലിയ മുൻതൂക്കം തിരുവനന്തപുരത്തുണ്ട്. ഏറ്റവും കൂടുതൽ ആവേശം നിറഞ്ഞത് അത് അത്ലറ്റിക്സിൽ തന്നെയാണ്. നമുക്ക് കാണാം, അത്ലറ്റിക്സിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി അത് തുടർച്ചയായ 4ാം തവണയാണ് ഐഡിയൽ മീറ്റിലെ ചാമ്പ്യന്മാരാകുന്നത് എന്നത് പ്രത്യേകതയാണ്. വലിയ ആവേശത്തിലായിരുന്നു അവസാന ദിനം പോരാട്ടമുണ്ടായിരുന്നത്. 16 ഫൈനലുകൾ അവസാന ദിനം ഉണ്ടാകുന്നു. തുടക്കത്തിൽ മലപ്പുറം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പിന്നീട് പാലക്കാടിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അതിനുശേഷം അവസാന ഘട്ടത്തിൽ വീണ്ടും മലപ്പുറം ശക്തമായ പാലക്കാടിന്റെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് മലപ്പുറം ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി നേരത്തെ തന്നെ അവരുടെ ചാമ്പ്യൻ പട്ടം ഉറപ്പാക്കുന്നതും കണ്ടു. തുടർച്ചയായ 4ാം തവണയാണ് ഐഡിയൽ ജയിക്കുന്നത്. ഐഡിയലിന്റെ കുട്ടികൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയ ആവേശം, തുടർച്ചയായ 4ാം തവണ ചാമ്പ്യന്മാർ. നല്ല സന്തോഷമുണ്ട് എല്ലാത്തിനും. എങ്ങനെയുണ്ടായിരുന്നു ഈ പരിശീലന കാലമൊക്കെ ഉള്ള ഏറ്റവും ഒടുവിൽ അത് കിരീടത്തിലും എത്തി? സാർമാരെ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. നമ്മളെ മുന്നായാലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കയ്യിൽ കിട്ടുന്ന കിരീടം ഒരിക്കൽ കിട്ടുന്നതിനപ്പുറം അത് നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്താണ് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഐഡിയലിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു റിസൾട്ട് തന്നെയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. അത് ഞങ്ങൾ എടുത്തു കൊടുക്കുമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് വന്നത്. ലാസ്റ്റ് ഞങ്ങൾക്ക് അതിന് സാധിച്ചു. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. തീർച്ചയായും അധ്യാപകർ കൂടി നമ്മൾ ഇവിടെയുണ്ട്. കുട്ടികളുടെ അധ്യാപകരും അതോടൊപ്പം രക്ഷിതാക്കളും ഒക്കെ വലിയ ആവേശത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്താൻ കുട്ടികളെയും ഒരുക്കി എത്തിക്കുന്ന ആളുകളാണ്. വലിയ ആവേശമല്ലേ? പ്രത്യേകിച്ച് കിരീടം കൈവിടാതിരിക്കുക എന്ന് പറയുന്നത്, കാരണം 4 തവണ തുടർച്ചയായി കിരീടം നേടുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ പരിശ്രമമാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് നമുക്ക് കിരീടം കിട്ടുന്ന ഇതേ സ്റ്റേഡിയത്തിൽ നിന്നാണ്. അതിനുശേഷം നമ്മൾ കുന്നംകുളം നിന്ന് അടിച്ചു, പിന്നെ അതിനുശേഷം നമ്മൾ എറണാകുളം നിന്ന് അടിച്ചു. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇതേ സെയിം സ്റ്റേഡിയത്തിൽ നിന്ന് അടിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. വളരെ കുട്ടികളുടെ വളരെ കഠിനമായ പ്രയത്നം ഇതിന് ബാക്കിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തുടക്കത്തിൽ തന്നെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ അത്ര കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം ശരിക്കും തുടക്കത്തിൽ നമ്മൾ 4ാം സ്ഥാനത്തായിരുന്നു. അതിൽ തുടങ്ങിയ സമയത്ത് പോയിന്റിൽ 4ാം സ്ഥാനത്തായിരുന്നു. അത് കയറി വന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് അടിച്ചത്. തീർച്ചയായും അതിലൊരു ആവേശമുണ്ട്. കാരണം അവസാനത്തെ മത്സരത്തിന് വരെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഐഡിയൽ വലിയ ആവേശത്തിലാണ്. തുടർച്ചയായ 4ാം തവണയാണ് കിരീടം സ്വന്തമാക്കുന്നത്. അതോടൊപ്പം സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ മത്സരം നടത്താൻ തുടങ്ങിയിട്ട് ഇത് 2ാമത്തെ മീറ്റാണ്. ആ 2ാമത്തെ മീറ്റിലും ഐഡിയൽ തന്നെ സ്കൂളുകളിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരമാണ് കിരീടമെങ്കിലും അത്ലറ്റിക്സിൽ ഐഡിയലിന്റെ കൂടി കരുത്തിൽ മലപ്പുറം തുടർച്ചയായ 2ാം തവണയും ചാമ്പ്യന്മാരാവുകയും ചെയ്യുന്നു. ലക്ഷ്മി. രുജീഷ് വി രവീന്ദ്രൻ കായികമേള വേദിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.